എന്താ പറയണ്ടെന്ന് എനിക്കറിയത്തില്ല. അത് സത്യസന്ധമായ കാര്യമാണ്. പിന്നെ അത് പറയണോ? അത് പറയണോ? തീർച്ചയായിട്ടും പറയണോ? വേണ്ട. വിളിച്ചോണ്ട് വന്നു പറയാൻ പറ്റില്ല. ഞാനന്ന് കൊല്ലം ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന സമയമായിരുന്നു ട്രെയിനിങ്. അപ്പം പുള്ളിക്കാരൻ 2 ദിവസം മുമ്പ് നാട്ടിൽ വന്നതേ ഉള്ളൂ. ജസ്റ്റ് എന്നെ കാണാൻ വന്നു. ഈ ബിഗ് ബോസ് ഈ സംഭവം റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞപ്പോ എന്ത് തോന്നി ചേച്ചിക്ക്? സത്യം പറഞ്ഞാൽ എനിക്ക് വെളിയിലോട്ടിറങ്ങിണ്ടായിരുന്നു. എന്നോട് വെളിയിലോട്ടിറങ്ങിയപ്പോൾ ആൾക്കാർ ഇങ്ങനെ എല്ലാവരും സത്യമാണോ സത്യമാണോ എന്ന് ചോദിക്കുമായിരുന്നു. ചേട്ടൻ കപ്പടിക്കുമെന്ന് അറിയായിരുന്നു. കാരണം ചേട്ടൻ പക്ക ഒറിജിനൽ ആയിട്ടാണ് നിന്നിട്ടുള്ളത്. അപ്പം എനിക്ക് തോന്നുന്നു റിയൽ ലൈഫിൽ പെരുമാറുന്ന അതേ ഇത് തന്നെയാണ് ചേട്ടൻ അവിടെയും പെരുമാറിക്കൊണ്ടിരുന്നത്. പിന്നെ പൊതുവേ ചേട്ടന് ഇച്ചിരി ദേഷ്യം. ചേച്ചി നമസ്കാരം. നമസ്കാരം. അഖിലേട്ടൻ ബിഗ് ബോസിൽ പറഞ്ഞ കഥയിലെ പ്രധാനപ്പെട്ട ഒരാളാണ് ഇപ്പൊ നമ്മുടെ മുന്നിലുള്ളത്. ചേച്ചി ഒന്ന് പരിചയപ്പെടുത്താമോ? എൻ്റെ പേര് പാർവതി. എനിക്ക് 2 മക്കളാണ്. എൻ്റെ ഹസ്ബൻഡ് ദുബായിൽ വർക്ക് ചെയ്യുന്നു. അഖിലേട്ടന്റെ ഒരേ ഒരു ബ്രദറിന്റെ വൈഫാണ്. അതെ, ഏട്ടന്റെ ബ്രദറാണ്. വീട്ടിൽ വിളിക്കുന്നത് വിഷ്ണു എന്നാണ് കേട്ടോ. ആ ഒരു ഇതേ ഞങ്ങളുടെ വായിൽ വരത്തുള്ളൂ. അഖിലേട്ടന്റെ ബിഗ് ബോസിൽ ആ ഒരു സ്റ്റോറി ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്താ പറയാനുള്ളൂ ചേച്ചിക്കൊക്കെ? എന്താ പറയണ്ടെന്ന് എനിക്കറിയത്തില്ല. അത് സത്യസന്ധമായ കാര്യമാണ്. പിന്നെ പ്രത്യേകിച്ച് അതിനെ കുറിച്ച് പറയാനൊന്നുമില്ല. ചേച്ചി ഇപ്പൊ ആ ഒരു ലവ് സ്റ്റോറി ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അതെങ്ങനെയാന്ന് ഓർത്തെടുക്കുന്നത് ഒന്ന് പറയാവോ? അത് പറയണോ? അത് പറയണോ? തീർച്ചയായിട്ടും പറയണോ? വേണ്ട. കാരണം അഖിലേട്ടൻ പറയുന്നത് വളരെ ഒരു ഫണ്ണായിട്ടുള്ള രീതിയിലായിരുന്നല്ലോ. എന്റെ ഒരു പ്രശ്നം നിൽക്കുമ്പോഴായിരുന്നു ആ തെണ്ടി അവൻ പ്രേമിച്ച പെണ്ണിനെ വിളിച്ചിറക്കൊണ്ട് വന്നതെന്ന്. അതൊക്കെ ആ ബിഗ് ബോസിലെ കണ്ടസ്റ്റൻസ് പോലും അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതി ശരിയായിരുന്നല്ലോ. പ്രേക്ഷകരും കണ്ടിട്ടുണ്ടായിരുന്നത്. എന്താ ചേച്ചി ഒന്ന് പറയാമോ പ്ലീസ്? ഞാനന്ന് വിളിച്ചോണ്ട് വന്നു പറയാൻ പറ്റില്ല. ഞാനന്ന് കൊല്ലം ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന സമയമായിരുന്നു ട്രെയിനിങ്. അപ്പം പുള്ളിക്കാരൻ 2 ദിവസം മുമ്പ് നാട്ടിൽ വന്നതേ ഉള്ളൂ. ജസ്റ്റ് എന്നെ കാണാൻ വന്നു. അപ്പം ചേട്ടന്റെ സ്വാഭാവികമായിട്ടും ചേട്ടന്റെ കല്യാണം കഴിഞ്ഞിട്ട് അനിയൻ ഇവിടെ കാണണമല്ലോ. എല്ലാരും അനിയനെ നോക്കുമ്പോൾ അനിയൻ കാണുന്നില്ല. അപ്പം ചോദിച്ചപ്പം ഇതുപോലെ പറഞ്ഞു, അനിയൻ ഇതുപോലെ എന്നൊരു കൊച്ചിനെ കാണാൻ പോയേക്കാണ്. അതാണ് സംഭവം. ശരിക്കും അതാണ് സംഭവം. പിന്നെ വിളിച്ചുകൊണ്ട് വന്ന കാര്യങ്ങൾ അത് പിന്നീടുള്ള കാര്യങ്ങളാണ്. പിന്നെ ആ സമയത്ത് കല്യാണമൊക്കെ വലിയ കുഴപ്പമില്ലാതെ നടന്നല്ലേ? അത് നടന്നു. അത് ജസ്റ്റ് ഈവനിങ് വന്ന് കണ്ടു പോരുന്നു. ആ സമയത്ത് അഖിലേട്ടനൊക്കെ സപ്പോർട്ടീവ് ആയിരുന്നോ? ചേട്ടൻ സപ്പോർട്ടീവ് ആണോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല. പാറയായിട്ടില്ല. ഈ ബിഗ് ബോസ് ഈ സംഭവം റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞപ്പോ എന്ത് തോന്നി ചേച്ചിക്ക്? സത്യം പറഞ്ഞാൽ എനിക്ക് വെളിയിലോട്ടിറങ്ങിണ്ടായിരുന്നു. എന്നോട് വെളിയിലോട്ടിറങ്ങിയപ്പോ ആൾക്കാർ ഇങ്ങനെ എല്ലാവരും സത്യമാണോ സത്യമാണോ എന്ന് ചോദിക്കുമായിരുന്നു. അപ്പൊ എന്താ പറയുന്നത്, ചേട്ടൻ പറഞ്ഞ സമയത്ത് വല്ലാണ്ടായി പോയി. പറയുന്ന വിചാരിച്ചില്ല. അഖിലേട്ടന്റെ ബ്രദറിനെ നമ്മള് ഒരു മീഡിയയുടെ ഫ്രണ്ടിലും കണ്ടിട്ടില്ല. ജോലിയിലുള്ള ഇതുകൊണ്ടാണ് വരാൻ പറ്റാത്ത സാഹചര്യമാണ്. എന്താ അദ്ദേഹമൊക്കെ എന്താ പറയുന്നത്? ചേട്ടൻ ഭയങ്കര ഹാപ്പിയാണ്. ചേട്ടനും അനിയനും തമ്മിൽ സംസാരിച്ചു. ചേട്ടൻ ഭയങ്കര ഹാപ്പിയാണ്. 2 പേരും തമ്മിൽ ഇറങ്ങിയിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്തു. അവര് തമ്മിൽ എത്ര വയസ്സിന്റെ ഡിഫറൻസ് ആണല്ലേ? അവര് തമ്മില് 2. അത്രേ ഉള്ളല്ലേ? അഖിലേട്ടന്റെ ബ്രദറിന്റെ പേരെന്താണ്? അമൽരാജ്. അമൽരാജ്. ഈ അമൽരാജും അതുപോലെ തന്നെ അഖിലേട്ടന്റെ ക്യാരക്ടർ തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? അത് 2 പേരും ഒരുപോലാണോ? ക്യാരക്ടർ വ്യത്യാസം ഉണ്ടോന്ന് വെച്ചാൽ ഏകദേശം 2 പേരും ഒരേപോലെ തന്നെയാ. അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 പേരും ഉള്ളിലുള്ളത് മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കത്തില്ല. അവർ രണ്ടും ഉള്ളിലുള്ളത് തുറന്നങ്ങ് പറയും. അതുകൊണ്ട് തന്നെ ചിലപ്പോ പലർക്കും അത് ഇഷ്ടപ്പെടായി ആവാം. പക്ഷെ അവർ ഉള്ളിലൊന്നും സൂക്ഷിക്കുന്നവരല്ല 2 പേരും.
ബിഗ് ബോസ് ഷോ തുടങ്ങിയ മുതൽ 100 എപ്പിസോഡും കണ്ടിട്ടുണ്ടാവില്ല. അപ്പം എന്താ തോന്നിയ ശരിക്കും ചേച്ചിക്ക് പൊതുവെ പറയാനുള്ള? കാരണം അദ്ദേഹത്തെ എല്ലാവരും വളഞ്ഞിട്ട് അറ്റാക്ക് ചെയ്യുന്ന രീതിയായിരുന്നല്ലോ. കാരണം തോന്നിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടൻ പല പ്രഭാഷണങ്ങളിലും ഈ TV പ്രോഗ്രാമിലായാലും ഡിബേറ്റ് ഒക്കെ നടത്തുന്ന സമയത്ത് ചേട്ടന്റെ സംസാരം ഒന്നിനെ പ്രതികരിച്ചുകൊണ്ടുള്ള സംസാരം കൊണ്ട് തന്നെ ആൾക്കാർക്ക് പൊതുവെ ഒരു വ്യക്തി ഉണ്ടായിരുന്നു. പക്ഷേ ചേട്ടന്റെ ഒറിജിനൽ സ്വഭാവം അറിഞ്ഞത് നാട്ടുകാർ എല്ലാവരും അറിഞ്ഞത് നമ്മുടെ ബിഗ് ബോസിൽ വന്നതിന് ശേഷമാണ്. അതിൽ ഒരുപാട് സന്തോഷമുണ്ട് കാരണം ചേട്ടൻ കണ്ടതല്ല ചേട്ടൻ ബിഗ് ബോസിലുള്ളായിരുന്ന അതേ വ്യക്തിയാണ് ചേട്ടൻ. അതാണ് ചേട്ടൻ സ്വഭാവം. ചേട്ടൻ എന്ന് പറഞ്ഞാൽ ഉള്ളിലൊന്നും വെച്ച് പെരുമാറത്തില്ല. അത് ഒന്ന് പറഞ്ഞു കഴിഞ്ഞു, അത് അപ്പം തന്നെ കഴിഞ്ഞു. ചേട്ടൻ കപ്പടിക്കുമെന്ന് അറിയായിരുന്നു. കാരണം ചേട്ടൻ പക്ക ഒറിജിനലായിട്ട് അതിനെ നിന്നിട്ടുള്ളത്. അപ്പം എനിക്ക് തോന്നുന്നു റിയൽ ലൈഫില് പെരുമാറുന്ന അതേ ഇത് തന്നെയാണ് ചേട്ടൻ അവിടെയും പെരുമാറിക്കൊണ്ടിരുന്നത്. പിന്നെ പൊതുവെ ചേട്ടന് ഇച്ചിരി ദേഷ്യം കൂടുതലാണ്. ആ ഒരു ഇത് തന്നെയാണ് അവിടെയും കണ്ടത്. ചേട്ടൻ കപ്പടിക്കുമെന്ന് അറിയായിരുന്നു. പകുതി ഭാഗത്തോളം കണ്ടു വന്നപ്പോഴത്തേക്കും ചേട്ടന് തന്നെ കിട്ടത്തുള്ളൂ നമുക്ക് അറിയായിരുന്നു. ഹേറ്റേഴ്സിനെ കൊണ്ട് കൈയടിപ്പിക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ലല്ലോ. ഈ പറഞ്ഞവരെ കൊണ്ട് തിരുത്തി പറയിപ്പിക്കുക എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ അദ്ദേഹത്തെ പറ്റി ആരൊക്കെ കുറ്റം സോഷ്യൽ മീഡിയയിൽ പറഞ്ഞിട്ടുണ്ട്, അവരെല്ലാരും ഇന്ന് കൈയടിക്കുന്നുണ്ട്, അദ്ദേഹത്തെ വാനോളം പുകഴ്ത്തുന്നുണ്ടല്ലോ. ഇതൊക്കെ കാണുമ്പോ എന്താ സന്തോഷം. കാരണം ചേട്ടനെ എല്ലാരും മനസ്സിലാക്കിയ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ചെറിയ കാര്യമല്ല. അതിൽ ഒരുപാട് പലരും ചേട്ടൻ ഇങ്ങനെ ഡിബേറ്റിലൊക്കെ ഓരോ ഇതിലൊക്കെ തർക്കത്തിലൊക്കെ വരുമ്പോ തന്നെ ഓരോരുത്തർ ചോദിച്ചിട്ടുണ്ട്, ചേട്ടൻ ഇങ്ങനെയാണോ, ചേട്ടൻ ദേഷ്യക്കാരനാണോ? ഞാൻ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ സമയത്ത് തന്നെ ചേട്ടൻ അവിടെ അഡ്മിറ്റായ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഓരോരുത്തർ എന്നോട് ചോദിച്ചിട്ടുണ്ട്, ചേട്ടൻ എങ്ങനെയാ, പാവമാണോ, ചേട്ടൻ സ്വഭാവം ചോദിച്ചു. പക്ഷെ ഞാൻ പറയുന്നൊന്നും ആൾക്കാർക്ക് വിശ്വാസമല്ലായിരുന്നു കാരണം ചേട്ടൻ മീഡിയയുടെ മുമ്പിൽ പ്രതികരിക്കുന്ന ആ ഒരു ചേട്ടനെ എല്ലാവർക്കും അറിയത്തുള്ളൂ. പക്ഷെ ബിഗ് ബോസിൽ വന്നതിന് ശേഷമാണ് ചേട്ടൻ എന്താണ് എന്ന് എല്ലാവരും അറിഞ്ഞു തുടങ്ങിയത്. അത് നല്ല അഭിമാനം. ഈ ബിഗ് ബോസിൽ അദ്ദേഹത്തെ എല്ലാവരും ഇങ്ങനെ ഒറ്റപ്പെടുത്തി വളഞ്ഞിട്ട് ആക്രമിക്കുന്ന അവസ്ഥയൊക്കെ വന്ന സമയത്ത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത സ്ഥിതികളൊക്കെ ഉണ്ട്. വിഷമം വന്നിട്ടുണ്ട് തീർച്ചയായും. പിന്നെ അത് പ്രോഗ്രാമിനോട് തന്നെ ഒരു വിരക്തി തോന്നിയിട്ടുണ്ട്. എല്ലാരും ഒറ്റപ്പെടുത്തിയ സമയത്ത് ശരിക്കും വിഷമം വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഫിസിക്കൽ കണ്ടീഷനെ പോലും ചോദ്യം ചെയ്യുന്നോണ്ടുള്ള രീതിയിലല്ലേ തീർച്ചയായും വിഷമം വന്നിട്ടുണ്ട്. അതൊക്കെ ഇപ്പോഴും കൂളായിട്ട് ലാഘവത്തോടെയാണ് അദ്ദേഹം എടുക്കുന്നത്. അതാ പറഞ്ഞേ, ചേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ഉള്ളില് വെച്ച് പെരുമാറുന്ന ഒരാളല്ല. ഒരു ശുദ്ധ മനസ്സാണ് ചേട്ടന്റെ. അത് ചേട്ടനും അത് തന്നെ, അനിയനും അത് തന്നെ. അത് രണ്ടുപേരും മനസ്സിലൊന്നും വെച്ചിരുന്ന് പെരുമാറത്തില്ല. അപ്പൊ പറഞ്ഞു അപ്പൊ കഴിഞ്ഞു. ചിലപ്പോൾ ഒരു 5 മിനിറ്റ് പൊട്ടിത്തെറിച്ചിട്ടായിരിക്കും അങ്ങോട്ട് പോകുന്നത്. തിരിച്ചു വന്നിരിക്കുന്നു നമ്മളോട് പഴയ പോലെ തന്നെ പെരുമാറും. നമുക്ക് ചിലപ്പം പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിഞ്ഞൊന്നും വരത്തില്ല. ചേട്ടന് നാട്ടിൽ വരാൻ പറ്റാത്തതിന്റെ വിഷമമുണ്ടോ? ശരിക്കും വിഷമം എന്ന് പറഞ്ഞാൽ ചേട്ടനും ഉണ്ട് വിഷമം. കാരണം ഈ ഒരു സമയത്ത് ആർക്കായാലും ആ വിഷമം ഉണ്ടാവും. ചേട്ടനും അനിയനും തമ്മില് ചേട്ടനെ ഒന്ന് കെട്ടിപ്പിടിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു ശരിക്കും. ചേച്ചിക്ക് 2 മക്കളാണ്. 2 മക്കള്. ചേച്ചിയുടെ 2 മക്കളാണല്ലോ ഇപ്പൊ കൂടെ ഉള്ളത്. എന്താ പറയാനുള്ളത്? വല്യച്ഛനെ പറ്റി എന്താ പറയാനുള്ളത്? 2 പേർക്കും പറഞ്ഞ കേക്കട്ടെ. വല്യച്ഛനെ കുറിച്ച് എന്താ പറയാനുള്ളത്? കപ്പ് കാണിച്ചെന്ന് പറ. വല്യച്ഛൻ കപ്പൊക്കെ കാണിച്ച് പിന്നെ കാറെല്ലാന്നൊക്കെ പറഞ്ഞു. എന്ത് തന്നു മോൻ? എന്താ വന്നു ബിഗ് ബോസിൽ വന്നപ്പോ? ബിഗ് ബോസിൽ ഞാനൊന്നും പോയില്ല. ആണോ? മോന് ഗിഫ്റ്റ് ഒന്നും കൊണ്ടു തന്നില്ലേ? ഗിഫ്റ്റ് ഒന്നും തന്നില്ല? മക്കളെ കണ്ടില്ല, വീഡിയോ കോളിൽ കണ്ടതേ ഉള്ളൂ. മക്കളൊക്കെ എന്താ ചെയ്യുന്നത്? ഒരാള് 1ാം സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു, അദ്ദേഹം അംഗൻവാടിയിലും. ഇവരൊക്കെ ബിഗ് ബോസ് കാണുമായിരുന്നു? കാണും. അവൻ കുഞ്ഞല്ലേ. എങ്ങനെയുണ്ട്? എന്താ പറയുമായിരുന്നു ബിഗ് ബോസ് ഒക്കെ കാണുമ്പോ? പിങ്കു, വീട്ടിൽ വിളിക്കുന്ന പിങ്കു എന്നാണ്. പിങ്കു എന്നോട് ഒരു ദിവസം ചോദിച്ചു, തൈരിന്റെ ഒക്കെ പ്രശ്നം വന്നപ്പോ ആശാനങ്ങ് വിഷമം വന്നു കേട്ടോ. അപ്പൊ എന്നോട് ചോദിച്ചു, അമ്മേ വല്യച്ഛന് അതിനകത്ത് ആഹാരവും വെള്ളമൊക്കെ കിട്ടുന്നുണ്ടോ എന്നൊക്കെ എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ല മോനെ, കിട്ടുന്നുണ്ട്. പിന്നെ എന്തിനാ വല്യച്ഛനോട് വിഷമിച്ചിരിക്കുക എന്നൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ പറയും. ഇടയ്ക്ക് വെച്ച് ചേട്ടൻ അതിനകത്ത് കരയുന്നൊരു സീൻ ഉണ്ടായിരുന്നു.
അപ്പൊ ഇതുപോലെ മോൻ ചോദിച്ചു എന്തിനാ വല്ലിച്ചൻ കരയുന്നേന്നൊക്കെ ചോദിച്ചു. ആൾക്ക് വല്ലിച്ചൻ വിഷമിച്ചിരിക്കുന്നത് ഇഷ്ടമല്ല. ഓക്കെ. മോൻ ആരോടെങ്കിലും ദേഷ്യം ഉണ്ടോ ബിഗ് ബോസിനകത്ത്? ആരോടും ഇല്ലല്ലോ. അങ്ങനൊന്നുമില്ല. ഓക്കെ. ചേച്ചി കണ്ടായിരുന്നോ? അഖിലേട്ടനെ വന്നിട്ട് കണ്ടായിരുന്നു? എന്താ പറഞ്ഞു? ഹാപ്പിയാ. ഇപ്പൊ ഇത്രയും ഒരു തരംഗം ഉണ്ടാക്കിയിട്ടൊക്കെ വരുമെന്ന് ഈ മനുഷ്യൻ ഇത്രയും വലിയ പ്രതീക്ഷിച്ചില്ല. കാരണം കോട്ടാത്തല വന്നപ്പോ തന്നെ ഭയങ്കര ജനമായിരുന്നു. ചേച്ചി പ്രതീക്ഷിച്ചു? കാരണം നമ്മളൊക്കെ തന്നെ ഞെട്ടിപ്പോയി. ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഇത്രയും ജനങ്ങളെ കണ്ടപ്പോ ഒരുപാട് സന്തോഷം തോന്നി. കേരളക്കാരെ മൊത്തം ചേട്ടനെ ഏറ്റെടുത്ത് കഴിഞ്ഞു എന്ന ഒരു ഭയങ്കര സന്തോഷം തോന്നി. ഇനിയിപ്പോ അദ്ദേഹം ഒരു ഡയറക്ടറായിട്ട് മാത്രമല്ല സിനിമയിൽ ഒരു നായകനും ഒക്കെ ആയിട്ട് വേണം എന്നാണല്ലോ അദ്ദേഹത്തിന്റെ പ്രേക്ഷകരും അദ്ദേഹത്തിന്റെ ആരാധകരൊക്കെ പറയുന്നത്. അപ്പൊ ചേച്ചിക്ക് എന്താ തോന്നുന്നത്? ചേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പൊസിഷനിൽ എത്താൻ വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ സന്തോഷമുണ്ട്. കാരണം ചേട്ടനെടുത്ത തീരുമാനങ്ങളൊന്നും തെറ്റായില്ല എന്നൊരു ഇതുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ഹാപ്പിയാണ്. എന്തായാലും വളരെ നന്ദി ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മളായിട്ട് ഷെയർ ചെയ്തതിനും. താങ്ക് യു ചേച്ചി. താങ്ക് യു സോ മച്ച്.